വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ടിമ്പർ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ടിമ്പർ എന്ന ടോപ്പിക്കിലുള്ള ടിമ്പർ എന്ന സബ്ജക്റ്റിൽ വരുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ കാണണം. നിമയിലുള്ള പോയിന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു നോട്ട്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ആണ്. അതിൽ ബേസ്ഡ് ഓൺ പൊസിഷനാണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ പൊസിഷനാണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം ആ ഒരു ബേസ്ഡ് ഓൺ പൊസിഷൻ എന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് വരും മുന്നേ നമുക്ക് കുറച്ച് ടിമ്പർ എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് വുഡ് ഫ്രം ഫെൽഡ് ട്രീസ് സ്യൂട്ടബിൾ ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ് ആ കാൾഡ് എന്താണ്? ടിമ്പർ ആണല്ലേ, ടിമ്പർ. ഓക്കെ, അപ്പോൾ ടിമ്പർ ഇത് നിമ്മയിലുള്ള അതേ സെൻറ്റൻസ് ആണ്. ഓക്കെ, ഇത് നിമ്മയിലുള്ള അതേ സെൻറ്റൻസ് ആണ്. സോ ഇപ്പം നമുക്കറിയാം റീസെൻ്റായിട്ട് വന്ന എക്സാമുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിമ്മയിലുള്ള അതേ സെൻറ്റൻസ് തന്നെ അവർ അതേപോലെ എഴുതി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓവർസിയർ ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം നിമി കുറേ കൂടെയൊക്കെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. അതായത് കുറേ കൂടെയൊക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിമിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. സോ നിമി കൂടെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. നിമി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതിനെപ്പറ്റിയുള്ളൊക്കെ അതെങ്ങനെയാണ് ഉള്ള വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇപ്പോൾ ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണല്ലേ. വുഡിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെൽഡ് ട്രീസ്, അതായത് നമ്മൊരു ലിവിങ് ട്രീനെ നമ്മൾ എന്ത് ചെയ്യാണ്? മുറിച്ചിട്ടെന്ന് കരുതുക. അങ്ങനെ ആ ഒരു ട്രീനെ നമ്മൾ മുറിച്ചിട്ട ശേഷം അതിനുള്ള എല്ലാ പോർഷനും നമുക്ക് എന്താണ്? കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റിനെയാണ് അല്ലെങ്കിൽ ടിമ്പർ പീസുകളെയാണ്, വുഡൻ പീസുകളെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ടിമ്പർ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ മറ്റൊരു ഡെഫിനിഷൻ കൂടെ ആ ഒരു നിമിയിൽ പറയുന്നുണ്ട്. വുഡ് യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ പർപ്പസ് ഈസ് നോൺ ആസ് ടിമ്പർ. ഓക്കെ, വുഡ് യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ പർപ്പസ് ഈസ് നോൺ ആസ് ടിമ്പർ എന്നും ആ ഒരു സെൻറ്റൻസ് നിമിയിൽ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. ദെൻ അടുത്ത് നോക്കേണ്ടതാണ് ഈ ഒരു ടിമ്പർ എന്ന വേർഡ് നമുക്ക് ടിംബ്രിയൻ എന്നൊരു വേർഡിൽ നിന്ന് ഡെറൈവ് ചെയ്തൊരു വേർഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടിമ്പർ എന്ന വേർഡ് ടിംബ്രിയൻ TIMBRIAN. ഓക്കെ, ആ ഒരു ടിംബ്രിയൻ എന്ന വേർഡിൽ നിന്ന് ഡെറൈവ് ചെയ്ത വേർഡാണ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദെൻ നമുക്കടുത്ത് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. അതിൽ ആദ്യത്തെ പറയുന്നതാണ് ബേസ്ഡ് ഓൺ പൊസിഷൻ. ബേസ്ഡ് ഓൺ പൊസിഷന് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് സ്റ്റാൻഡിങ് ടിമ്പർ. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് സ്റ്റാൻഡിങ് ടിമ്പർ. ഓക്കെ, സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറഞ്ഞാൽ ലിവിങ് ട്രീ, അതായത് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ആ ട്രീസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് എന്തോന്ന് പറയുന്നത്? റഫ് ടിമ്പർ. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് റഫ് ടിമ്പർ. റഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുറിച്ചിട്ട ട്രീസിനെയാണ് നമ്മൾ റഫ് ടിമ്പർ എന്ന് പറയും. ഫെൽഡ് ട്രീസിനെയാണ് നമ്മൾ റഫ് ടിമ്പർ എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ പൊസിഷനെ ബേസ് ചെയ്തിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിങ് ടിമ്പർ, റഫ് ടിമ്പർ, ഇനി മറ്റൊന്നാണ് കൺവേർട്ടഡ് ടിമ്പർ. ഓക്കെ, മറ്റൊന്നാണ് ഏതാ? കൺവേർട്ടഡ് ടിമ്പർ. ഓക്കെ, കൺവേർട്ടഡ് ടിമ്പർ. ഈ ഒരു കൺവേർട്ടഡ് ടിമ്പറിൻ്റെ മറ്റൊരു പേരാണ് എന്തോന്ന് പറയുന്നത്? ലംബർ. ഓക്കെ, ലംബർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലംബർ എന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ആ ഒരു നോട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കൺവേർട്ടഡ് ടിമ്പറിനെയാണ് നമ്മൾ ലംബർ എന്ന് പറയുന്നത്. ഈ ഒരു കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് സൈസ് ചെയ്തെടുക്കുന്ന ആ ഒരു ടിമ്പറിനെയൊക്കെയാണ് നമ്മൾ ലംബർ അല്ലെങ്കിൽ കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസ്ഡ് ഓൺ പൊസിഷൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ ലിവിങ് ട്രീസിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് പറയുന്നതും. ഇനി ആ സ്റ്റാൻഡിങ് നമ്മുടെ പറമ്പിലുള്ള ട്രീനെ നമ്മൾ എന്താണ്? മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഫെൽഡ് ട്രീ അല്ലെങ്കിൽ റഫ് ടിമ്പർ എന്ന് പറയുന്നതും. ഇനി ആ മുറിച്ചിട്ട ടിമ്പർ പീസിനെ നമ്മൾ നമ്മുടെ ആ ഒരു കൊമേഴ്സ്യൽ പർപ്പസ്, അതായത് ഇപ്പോൾ ഡോർ ഉണ്ടാക്കാനോ അതുപോലെ വിൻഡോ ഉണ്ടാക്കാനോ
അതുപോലുള്ള കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് സൈസ് ചെയ്ത് അതിൻ്റെ ആ ഒരു സൈസിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിനെയാണ് കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറയുന്നത്. കൺവേർട്ടഡ് ടിമ്പറിൻ്റെ മറ്റൊരു പേരെന്താണ്? ലംബർ. കൺവേർട്ടഡ് ടിമ്പറിൻ്റെ മറ്റൊരു പേരാണ് ലംബർ. ഓക്കെ, അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതും. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഒരു IS കോഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. IS കോഡ് എന്ന് പറയുന്നത് IS 3991963. ഓക്കെ, IS കോഡ് എന്താണ്? IS 3991963 ആണ്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനോട് വന്നു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിൽ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതായത് ഞാൻ IS കോഡ് എന്താണെന്ന് പറഞ്ഞില്ല. IS കോഡ് IS 3991963 എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്യൽ ടിമ്പർ ആൻഡ് ദയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു IS കോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ, IS കോഡിൻ്റെ ടൈപ്പിൽ വരുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്യൽ ടിമ്പർ ആൻഡ് ദെയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു IS കോഡ് ബേസ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിൽ ഉള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C. ഓക്കെ, ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ ക്യാപിറ്റൽ E എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 12.5 kN/mm² ആണ്. ഓക്കെ, kN/mm² ആണ്. യൂണിറ്റ് ഉൾപ്പെടെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 12.5 kN/mm². ഇനി രണ്ടാമത്തത് ഗ്രൂപ്പ് Bയിൽ വരുന്നത് ഈ ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 9.8നും 12.5നും ഇടയിൽ വരണം. ഓക്കെ, kN/mm² തന്നെയാണ്. അപ്പോൾ ഗ്രൂപ്പ് Bയിൽ വരുന്നത് 9.8നും 12.5 kN/mm² ഇടയിൽ വരികയാണെങ്കിൽ അത് നമ്മൾ ഗ്രൂപ്പ് Bയിൽ ഉൾപ്പെടുത്താം. ഇനി ഗ്രൂപ്പ് Cയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 5.6 to 9.8. ഓക്കെ, 5.6 to 9.8 kN/mm² ആ വാല്യൂസിന് ഇടയിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് Cയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി. ഓക്കെ, അവൈലബിലിറ്റിയുടെ ബേസിൽ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് X. ഓക്കെ, അതായത് 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X, Y, Z. അപ്പോൾ X, Y, Z ആ ഒരു 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ X എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1415 m³/year, അതായത് മോസ്റ്റ് കോമൺ എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു ബേസ് ഓൺ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇയറിൻ്റെ ബേസിലാണ് അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഗ്രേറ്റർ ദാൻ 1415 m³/year വരുന്നത് തന്നെയാണ് നമ്മൾ എക്സ് എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇനി ഒയുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് 355 മുതൽ 355 മുതൽ 1415 m³/year വരുന്നതിനെയാണ് നമ്മൾ ഒയിലെ കാറ്റഗറിയിൽ വരുന്നത്. അതിനെ നമുക്ക് എന്തോന്ന് പറയാം? കോമൺ എന്ന് പറയാം. ഓക്കെ, ഇനി ഇസഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ലെസ് ദാൻ 355. ഓക്കെ, ലെസ് ദാൻ 355 m³/year വരുന്നതിന് നമുക്ക് ഇസഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താം. അത് നമുക്ക് ലെസ് കോമൺ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ അതും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ബേസ്ഡ് ഓൺ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ ഗ്രൂപ്പ് A, B, C അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിലൂടെ പഠിച്ചു വെച്ചിരിക്കുക. അതായത് ഗ്രൂപ്പ് C 5.6 to 9.8 വരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചും ആ ഒരു രീതിയിൽ കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് A എന്ന് പറഞ്ഞത് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 12.5 kN/mm² കൂടുതലായിരിക്കണം. ഗ്രൂപ്പ് B എന്ന് പറഞ്ഞാൽ 9.8 to 12.5 ആയിരിക്കും വാല്യൂ. ഗ്രൂപ്പ് C എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? 5.6 to 9.8 kN/mm² ആയിരിക്കും വാല്യൂ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ അവൈലബിലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ X, Y, Z എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
XYZ എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 1415 മീറ്റർ ക്യൂബ് പെർ ഇയർ വന്നാൽ എക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്താണ്? 355 മുതൽ 1415 മീറ്റർ ക്യൂബ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ അത് ഒയുടെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഇനി ഇസഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ലെസ് ദാൻ 355 മീറ്റർ ക്യൂബ് പെർ ഇയറിൽ വരുന്നതിനെയാണ് നമ്മൾ ഇസഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അത് ഏതിലാണ് വരുന്നത്? ലെസ് കോമൺ എന്ന് പറയും. ഓക്കെ, ലെസ് കോമൺ എന്നും പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി. ഓക്കെ, ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റിയുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഹൈ, മോഡറേറ്റ്, ലോ എന്നിങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ബേസിൽ ഹൈ, മോഡറേറ്റ്, ലോ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ 120 മന്തിനേക്കാളും കൂടുതലായിരിക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, 120 മന്തിനേക്കാളും കൂടുതൽ കാലം അത് ഡ്യൂറബിലിറ്റി കിട്ടുവാണെങ്കിൽ അതിനെ ഹൈ എന്ന് പറയുന്നു. ഇനി മോഡറേറ്റ് ആണെങ്കിൽ ഒരു 60 മുതൽ 120 മാസം വരെ അതിന് ഡ്യൂറബിലിറ്റി കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ മോഡറേറ്റ് ലെവലിൽ ഉൾപ്പെടുത്തുന്നു. ഇനി ലോയിലാണ് ഏത് വരുന്നത്? ലെസ് ദാൻ 60 മന്താണ് അതിന് ഡ്യൂറബിലിറ്റി ഉള്ളതെങ്കിൽ അതിൽ നമ്മൾ ലോ എന്ന ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ പഠിച്ചു? നമ്മൾ ബേസ്ഡ് ഓൺ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു, അതുപോലെ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി പഠിച്ചു, ദെൻ ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി പഠിച്ചു. ഇനി ഈ ഒരു ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഡ്യൂറബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ആ ടെസ്റ്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഗ്രേവിയാർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രേവിയാർഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രേവിയാർഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന് ആ ഒരു സ്പെസിമെൻ്റെ സൈസ് എന്ന് പറയുന്നത് 60/5 സെൻറ്റിമീറ്റർ. ഈ ഒരു ഗ്രേവിയാർഡ് ടെസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെൻ്റെ സൈസ്, അപ്പാരറ്റസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60/5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇഞ്ച് കണക്കിൽ ഈ ഒരു സൈസ് പറയുകയാണെങ്കിൽ 24/2/2 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 2 യൂണിറ്റിലും ആ ഒരു അളവ് സൈസ് പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിൻ്റെ പേരാണ് ഗ്രേവിയാർഡ് ടെസ്റ്റ്. ആ ഒരു ഗ്രേവിയാർഡ് ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? 60/5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇഞ്ചിലാണെങ്കിൽ 24/2/2 ഇഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ നിമയിലുള്ള ഈ ഒരു സെൻറ്റൻസൊക്കെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ടിംബറിൻ്റെ ആ ഒരു ഡെഫിനിഷൻ, അതിൻ്റെ ആ ഒരു 2 സെൻറ്റൻസ് നോക്കി വെച്ചിരിക്കുക. അതുപോലെ ടിംബറിയൻ ആ ഒരു വേർഡിൽ നിന്നാണ് ടിംബർ വന്നിരിക്കുന്നത്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പൊസിഷനെ ബേസ് ചെയ്തിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിങ് ടിംബർ, റഫ് ടിംബർ, കൺവേർട്ടഡ് ടിംബർ അല്ലെങ്കിൽ ലംബർ. ഇനി IS കോഡിൻ്റെ ബേസിൽ IS കോഡിൻ്റെ ടൈപ്പ് ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്യൽ ടിംബർ ആൻഡ് ദെയർ സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ ബേസിൽ ബേസ്ഡ് ഓൺ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതുപോലെ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി, ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇനിയും നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.